ശ്രീ സിയാർ, കേരളത്തിലെ പ്രമുഖമായിട്ടുള്ള ഒരു ചാനൽ ഫ്രോഡുകളുടെ ഒരു വലിയ വ്യാപാര മേഖലയാണെന്ന് തോന്നുന്നു. അപ്പൊ അതിന്റെ ഉടമസ്ഥത കൊണ്ട് പറയുകയാണ് ബന്ധപ്പെട്ടിരിക്കുന്നു, ഈ ചാനലുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ മുട്ടിൽ മരമുറി കേസില് കഴിഞ്ഞ ദിവസം നിവൃത്തിയില്ല അതിന്റെ 2ാം പ്രതിയും 3ാം പ്രതിയും കോടതിയിൽ കീഴടങ്ങിയിരിക്കുന്നു. ഇതിലെ ഈ 2ാം പ്രതി എന്ന് പറയുന്ന ആന്റോ അഗസ്റ്റിൻ ഇതിന്റെ ഉടമ തന്നെയാണ്, ഈ പ്രധാന ചാനലിന്റെ ഉടമ തന്നെയാണ്. ആ ചാനലിൽ വന്നിരുന്നുകൊണ്ട് അദ്ദേഹം അഭിപ്രായ പ്രകടനങ്ങൾ കേരളത്തിലെ ജനങ്ങളെ പഠിപ്പിക്കുന്നു. കൂടാതെ ഈ ചാനലിന് ശരിയായിട്ടുള്ള രജിസ്ട്രേഷൻ ഇതുവരെ പൂർത്തിയായിട്ടില്ല. അങ്ങനെ ശരിയായ ലൈസൻസ് ഇല്ലാത്ത ഒരു ചാനൽ കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുകൂടാതെ ഈ ചാനലിന്റെ ഇതേ ഉടമ തന്നെ, അപ്പൊ അത് കേസാവാൻ പോവാണെന്ന് തോന്നുന്നു, കേരളത്തിലെ ജനങ്ങളെയും കഴിഞ്ഞ ഗവൺമെന്റിനെയും പറ്റിച്ചു. ലയണൽ മെസ്സി കേരളത്തിലേക്ക് വരുന്നു എന്നൊരു ഓളം കേരളത്തിൽ അങ്ങ് സൃഷ്ടിച്ചു. ഇതിന്റെ സൃഷ്ടിച്ചതിന്റെ പിന്നിൽ അർജന്റീനിയൻ ഫുട്ബോൾ ഫെഡറേഷന്റെ എന്തെങ്കിലും ഒരു കത്തുണ്ടായിരുന്നില്ല, രേഖ ഉണ്ടായിരുന്നു. പകരം അതിന് ഉള്ള ഒരു ഏജൻസി ഉണ്ടല്ലോ, നമ്മൾ പല ഏജന്റുകളെ വെച്ചാണല്ലോ കാര്യങ്ങൾ നടത്തുന്നത്. ആ ഏജന്റിന്റെ ഒരു ലഘുലേഖ അത് കാണിച്ചിട്ടാണ് നമ്മുടെ അന്നത്തെ പാവം കായികമന്ത്രിയെ കാണിച്ചിട്ട് ഇപ്പൊ മെസ്സി വരുന്നു എന്നും പറഞ്ഞ് പുലി വരുന്നു എന്നും പറഞ്ഞ് പ്രഖ്യാപിച്ചതുപോലെ അന്നത്തെ കായികമന്ത്രി ഒരു പ്രഖ്യാപനവും നടത്തി. പക്ഷെ മെസ്സി വന്നു. എവിടെയാ വന്നത്? ലോകകപ്പ് ഫുട്ബോളിൽ കളിക്കാൻ വേണ്ടി. ഇതിപ്പോ ബ്രസീൽ ടീം വരുന്നുണ്ട് കൽക്കട്ടയിൽ, അതും വേറെ കാര്യം. കേരളത്തിനൊന്നും കിട്ടിയിട്ടില്ല. അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിലാണ് ഇപ്പൊ ഈ പ്രതികൾ കീഴടങ്ങിയിരിക്കുന്നത്. അപ്പൊ ഫ്രോഡുകളുടെ ഇത്രയും കാര്യങ്ങൾ ഒരു ചാനലിന്റെ പേരിൽ, അതിന്റെ പൊളിറ്റിക്കൽ ക്ലൗട്ടിന്റെ പേരിൽ കേരളത്തിൽ നടക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ, അവരിപ്പോഴും കേരളത്തിനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നമ്മളെയൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു പറയുമ്പോൾ, വളരെ ഡൈഡാക്റ്റിക് ആയിട്ട് കാര്യങ്ങൾ പറയുന്നു എന്ന് പറയുമ്പോൾ, ഇത് കേരളത്തിൽ നടക്കാൻ പാടുള്ള ഒരു ഫ്രോഡാണ്. ഇനി വേറൊരു കാര്യം കൂടെ പറയട്ടെ. ഈ ഏജന്റ് ഏതാളിന്റെ ലഘുലേഖയാണോ കേരളത്തിൽ പ്രചരിപ്പിച്ചത്, ആ ഏജന്റ് അമേരിക്കയിൽ ഒരു ഫ്രോഡ് കേസിൽ പ്രതിയായിട്ട് വിചാരണ നേരിട്ടു. എന്തൊക്കെയാണ് സാറേ? കേരളത്തിലെ വിഡ്ഢികളാക്കാൻ വളരെ എളുപ്പമാണോ എന്നാണോ? അല്ല, കേരളത്തിലെ വിഡ്ഢികളാക്കാൻ എളുപ്പമാണ്. ഇപ്പൊ ഒരു ചാനലിന്റെ മുതലാളിക്ക് പല അഭിപ്രായം ഉണ്ടാവും. അതേ ചിലപ്പോ ക്രിമിനൽ കേസിൽ പ്രതിയാവാം. പക്ഷെ അതുകൊണ്ട് ചാനലിനെ ഞാൻ ദുഷിച്ചു പറയില്ല. കാരണം ജനാധിപത്യമാണ്. ചാനൽ എന്ന് പറയുന്ന ഒരാളുടെ അവകാശമാണ്. ഇപ്പൊ ഞാൻ കള്ളനാണെങ്കിലും എന്റെ ഒരു ഉടമസ്ഥതയിലുള്ള ഒരു ചാനൽ എന്ന് പറഞ്ഞാൽ അത് കള്ളായിക്കൊള്ളുന്നില്ല. അത് പറയുന്നത് സത്യമാണെങ്കിൽ നമ്മൾ അതിനെ അംഗീകരിക്കാം. അല്ല, ഈ ഫ്രോഡായിട്ടുള്ള ആള് വന്നിട്ട് അഭിപ്രായങ്ങൾ പറയുന്നത്. ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, ഏഷ്യാനെറ്റ് കേരളത്തിലെ BJPയുടെ പ്രസിഡന്റിന്റെ സ്വന്തം ചാനലാണ്. പക്ഷെ ആ ചാനൽ കണ്ടാൽ അത് BJPയുടെ പ്രസിഡന്റിന്റെ ചാനലാണെന്ന് ഇതുപോലെ എതിർക്കുന്ന ഒരു ചാനൽ. BJPയെയും മറ്റെല്ലാ പാർട്ടികളെയും ഒരുപോലെ എതിർക്കുന്നു. മറ്റൊരു ഉദാഹരണം കൂടെ ഉണ്ടായിരുന്നു. മുസ്ലിം ലീഗിന്റെ ചാനലായിട്ട് വന്ന ഇന്ത്യ വിഷൻ, അതിൽ ഈ നികേഷ് കുമാറാണ് ഏറ്റവും കൂടുതൽ. ചാനൽ എന്ന് പറയാൻ പറ്റില്ല, അത് മുനീറിന്റെ ചാനൽ. ഞാൻ പറഞ്ഞത് ഒരു ചാനലിന്റെ ഉടമസ്ഥനെ കുറിച്ച് നമുക്ക് അഭിപ്രായമായിട്ട് നമുക്ക്. പക്ഷേ രാജേന്ദ്രൻ പറഞ്ഞ ഒരു പ്രധാന കാര്യമുണ്ട്. ഈ ചാനലിന്റെ ഉടമസ്ഥൻ വന്നിരുന്ന് നമ്മളോട് രാഷ്ട്രീയം പറയാം, ഏത് ധാർമ്മികത, രാഷ്ട്രീയം, സതീശൻ അങ്ങനെ ചെയ്ത് ശരിയായില്ല, ഇതിങ്ങനെ ചെയ്ത് ശരിയായില്ല. മാത്രമല്ല, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് നിങ്ങൾ ഓർത്താൽ യഥാർത്ഥത്തിൽ എനിക്ക് ഒരു വലുതാണ് തോന്നുന്നത്. ഇവരുടെ ഒരു ഇഫക്റ്റീവ് ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ഉണ്ടാക്കാൻ പറ്റിയല്ലോ. അവര് രാവും പകലും ഇരുന്ന് രാഹുൽ മാങ്കൂട്ടം മുതൽ സതീശൻ മുതൽ സുധാകരൻ മുതൽ ഇങ്ങനെ പറഞ്ഞ് എന്നിട്ട് ഈ മുതലാളി വന്ന് പറഞ്ഞല്ലോ, LDF എവിടെ സീറ്റ് അല്ലെ, LDF എങ്ങനെ തോൽക്കാൻ, UDF തോൽക്കുള്ളൂ എന്ന് പറഞ്ഞ് ഒരു കാലത്തും എവിടെ LDF തോൽക്കും എന്നൊക്കെ പറഞ്ഞ് അങ്ങ് ഏതാണ്ട് കൈരളി ചാനലിനേക്കാൾ CPM പിണറായി ചാനലായി പ്രവർത്തിച്ച ആളുകളാണ് ഇവർ. പക്ഷെ കേരളത്തിന്റെ ഇലക്ഷനിൽ അതൊരു റിസൾട്ട് ഉണ്ടാക്കിയില്ല എന്ന് നമുക്കറിയാലോ. 24 മണിക്കൂർ ഇരുന്ന് മറ്റേ സതീശൻ നുണയൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നും ഉണ്ടായില്ല. അവസാനം റിസൾട്ട് വന്നപ്പോൾ നമ്മൾ കണ്ടു എന്തായാലും. അപ്പൊ ഞാൻ പറഞ്ഞത് ഇവിടെ പ്രശ്നം എന്താ, ഇവിടെ ചാനലിൽ വന്നിരുന്ന് പറഞ്ഞതിന് വേറൊരു കണക്ഷൻ കൂടി ഉണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വ്യൂവർഷിപ്പ് ഉള്ളത് എന്നൊരു സമയത്ത് അവകാശം. അതൊക്കെ ഇപ്പൊ പോയി അതുകൊണ്ട് ഞാൻ ആ വ്യൂവർഷിപ്പിനെ കുറിച്ചൊന്നും എനിക്ക് വലിയ ബോധറേഷൻ കള്ളക്കണക്കാണ്. പ്രധാന പ്രശ്നം അതല്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പറഞ്ഞതുപോലെ ഈ ചാനൽ ഈ കള്ളത്തരങ്ങളെ മുഴുവൻ രക്ഷിക്കാൻ നിൽക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ രാജീവ് ചന്ദ്രശേഖറിന് BJPക്ക് ഒരു തെറ്റ് പറ്റിയാൽ അതിനെ ന്യായീകരിച്ചുകൊണ്ട് ഏഷ്യാനെറ്റ് വന്നാൽ എനിക്ക് ഏഷ്യാനെറ്റിനോട് ഇഷ്ടം ഉണ്ടാവില്ല. തീർച്ചയായിട്ടും. കാരണം അത് ന്യായീകരിക്കേണ്ട കാര്യം അവർക്കില്ല, അവർ ചെയ്യാറില്ല. ഇപ്പൊ BJPയിലെ അഴിമതി, മറ്റേ പോസ്റ്റർ തട്ടിപ്പ് എന്നൊക്കെ പറഞ്ഞു അതൊക്കെ അവർ തന്നെ കാണിക്കും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. രാവും പകലും ഇരുന്ന് ഇതിനെ വെളുപ്പിക്കുകയും ഇതിനെ പിന്തുണച്ച സർക്കാരിനെ
സഹായിക്കുകയും ചെയ്യുക അന്നത്തെ സർക്കാർ. ഇപ്പൊ ഇതില് മുട്ടിൽ മരമുറി കേസ് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തത്. മുട്ടിൽ മരമുറി കേസിൽ യഥാർത്ഥത്തിൽ മരം മുറിക്കുന്നത് മാത്രമല്ല പ്രശ്നം. ആ മരം മുറിക്കാൻ താൽക്കാലികമായ ഒരു ഉത്തരവുണ്ടാക്കി കൊടുത്ത പഴയ ചീഫ് സെക്രട്ടറി അന്നത്തെ റവന്യൂ സെക്രട്ടറി ജയതിലകൻ മുതൽ ഇങ്ങോട്ട് തുടങ്ങിയാൽ വലിയൊരു സംഘം അതിന്റെ കൂടെ ഉണ്ടായിട്ടുണ്ട്. അയാളാണ് അത് ഉത്തരവിടുന്നു, മരം വെട്ടുന്നു, ഉത്തരവ് പിൻവലിക്കുന്നു. എന്ന് പറഞ്ഞാൽ മരം വെട്ടി കഴിഞ്ഞാൽ പിന്നെ ഉത്തരവ് പിൻവലിച്ചിട്ട് കാര്യമില്ലല്ലോ. 1.40 കോടി രൂപയുടെ ഫ്രോഡാണ്. അല്ല, അപ്പൊ അവിടെ ഒരുപാട് 300 കോടി രൂപയുടെ മരമാണ് ഇവർ വെട്ടിയത്. അത് മരം വെട്ടുന്നതിന്റെ പ്രശ്നം. അതിനപ്പുറത്ത് അവിടുത്തെ ആദിവാസികളും കർഷകരും ഇപ്പൊ കേസിൽ പ്രതികളാണ്. കാരണം ഇവരെ കൊണ്ട് കള്ളരേഖ ഉണ്ടാക്കി ഒപ്പിടിച്ചു ഈ ആൻഡോ അഗസ്റ്റിൻ സഹോദരന്മാർ. അപ്പൊ ആ കേസ് വേറെ ഉണ്ട്, ഫ്രോഡ് ഉണ്ടാക്കിയ കേസ്. എന്തുകൊണ്ടാണ് ഇപ്പോഴത്തെ ഗവൺമെന്റ് അത് മുമ്പോട്ട് അധികം കൊണ്ടുപോകാത്തതെന്ന് എനിക്കറിയില്ല. യഥാർത്ഥത്തിൽ മരമുറിയും അതുമായി ബന്ധപ്പെട്ട ക്രിമിനൽ കേസ് അടിയന്തരമായി മുമ്പോട്ട് പോകേണ്ടതാണ്. കാരണം അല്ലെങ്കിൽ ആർക്കും മരം വെട്ടാൽ അങ്ങനെയല്ലേ. അപ്പൊ എന്തായാലും അതവിടെ നിൽക്കട്ടെ. രണ്ടാമതാണ് നമുക്ക് മെസ്സി വരുന്നത്. ഇദ്ദേഹത്തിന് മുമ്പ് പണ്ട് മാംഗോ എന്നൊക്കെ പറഞ്ഞ ചില കേസൊക്കെ ഉണ്ട് ഈ ഗ്രൂപ്പിന്. ഒരു ഹൗസിംഗ് തട്ടിപ്പോ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു കേസുണ്ട്, അതവിടെ നിൽക്കുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ വിവാദമായിട്ടുള്ളത് കായിക വകുപ്പ്, യുവജന കായിക ക്ഷേമ വകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അവരുടെ സെക്രട്ടറി എൻ പ്രശാന്ത് തയ്യാറാക്കിയ റിപ്പോർട്ടാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതിൽ ഒരുപാട് ചോദ്യങ്ങൾ അന്നത്തെ ഗവൺമെന്റിനെതിരെ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞ ആൻഡോ അഗസ്റ്റിനെതിരെ വരുന്ന കേസ് ക്രിമിനൽ കേസാണ്. പക്ഷെ ഗവൺമെന്റിനെതിരെ വരുന്നത് ഒരു രാഷ്ട്രീയ കേസാണ്. രാഷ്ട്രീയ കേസ് എന്ന് പറഞ്ഞാൽ അത് രാഷ്ട്രീയമുണ്ട്. ഉദാഹരണത്തിന് മെസ്സി വരും കേട്ടോ എന്ന് നമ്മള് മുഖ്യമന്ത്രിയെ കൊണ്ട് വരെ പറയിച്ചു. മെസ്സി വരും കേട്ടോ എന്ന് പറയേണ്ടി വന്നു. ഈ കായിക മന്ത്രി അബ്ദുറഹ്മാൻ ഇപ്പോ ഇദ്ദേഹം പറഞ്ഞു അത് ഏതോ ഒരു അസോസിയേഷൻ ആർക്കോ അയച്ചു, അവർക്ക് പൈസ അയച്ചു, അവരെന്തോ വന്നു എന്നാണ് മന്ത്രി ആദ്യം പറഞ്ഞത്. പക്ഷെ ഇപ്പൊ മന്ത്രിയുടെ എല്ലാ വാദങ്ങളും പൊളിഞ്ഞിരിക്കുക. എന്താ കാര്യം എന്ന് വെച്ചാൽ മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അയച്ച ഇമെയിലുകളുടെ കോപ്പി പ്രശാന്ത് പുറത്തെടുത്തു, കമ്മീഷൻ പുറത്തെടുത്തു. എന്ന് പറഞ്ഞാൽ ഇവര് 126 കോടി രൂപ കൊടുത്തു എന്നുള്ള, പക്ഷെ കൊടുത്തു എന്നുള്ളത് മന്ത്രിയുടെ ഡിപ്പാർട്ട്മെന്റിൽ അറിയില്ല. മന്ത്രിക്ക് അറിയായിരിക്കും, പക്ഷെ ഡിപ്പാർട്ട്മെന്റ് രേഖകളിൽ അതില്ല. അല്ല, വെറും വ്യാജം പറയുകയായിരിക്കില്ലേ? അല്ല, വ്യാജം പറയായിക്കൊള്ളുന്നില്ല, കൊടുത്തിട്ടുണ്ടാവോ. ഇവര് കള്ളപ്പണത്തിന്റെ ഇടപാടൊക്കെ പല തരികടകളും, അത് നമുക്കറിയില്ല. പ്രശ്നം അതല്ല. അങ്ങനെ 126 കോടി രൂപ കൊടുത്തു എന്ന് ഒഫീഷ്യലായി കായികക്ഷേമ വകുപ്പിന്റെ ഒരു ഡോക്യുമെന്റിലും ഇല്ല. അതാണ് ഒന്നാമത്തെ കാര്യം. 126 കോടി കൊടുത്തു എന്ന് ഇവർ പറയുന്നു. എന്നിട്ട് ഏതോ ഒരു തട്ടിപ്പ് കമ്പനി, അമേരിക്കയിലെ നേരത്തെ പറഞ്ഞ പോലെ ഒരു തട്ടിപ്പ് കമ്പനിയുമായിട്ട് ഇവര് കരാറുണ്ടാക്കുന്നു. ഈ അബ്ദുറഹ്മാൻ സ്പെയിനിൽ പോയി എന്തോ വലിയ സ്പോർട്സ് കാര്യങ്ങളൊക്കെ പഠിക്കാൻ പോകുന്നു. 13 കോടി രൂപയാണ്. അത് വേറെ കഥ. ഇനി ഇപ്പൊ ഇവർ സർക്കാർ ഇതിലൊരു ഉത്തരവാദിത്വം ഇല്ല എന്നാണ് പറയുന്നതെങ്കിൽ സർക്കാർ മറുപടി പറയേണ്ട കുറെ ചോദ്യങ്ങളുണ്ട്. ഒന്ന്, ഈ കരാർ റദ്ദാക്കിയപ്പോൾ അബ്ദുറഹ്മാന്റെ ഓഫീസിൽ നിന്ന്, മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്ന് അയച്ച മെയിലുകളാണ് പുറത്തു വന്നിട്ടുള്ളത്. അദ്ദേഹം പറയുന്നത് ഭയങ്കര ഞെട്ടിക്കുന്ന കാര്യമാണ്. ഇത് ഈ കമ്പനിയുടെ മാത്രം പ്രശ്നമല്ല, ഞങ്ങളുടെ കേരളത്തിന്റെ അഭിമാനമാണ്. കേരള ഗവൺമെന്റ് ആണ് ഇത് സ്പോൺസർ ചെയ്യുന്നത്. കേരള ഗവൺമെന്റ് ആണ് ഇതിന്റെ കൂടെയുള്ളത്. 130 കോടി അതെവിടെ നിന്ന് കിട്ടിയത് എനിക്കറിയില്ല. 130 കോടി ജനങ്ങളുടെ ആശയാണ് നിങ്ങൾ തകർത്തത്. ഏതാ ഏജൻസിക്ക് ഇയാളിവിടുന്ന് കത്തയക്കാം, എന്തൊരു അർജന്റീനിയൻ ഇതിന് ഇയാളിവിടുന്ന് കത്തയക്കുക, ഏത് ഇമെയിൽ, ആ ഇമെയിലൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇയാൾ അറിയാതെയല്ല ഇത് ചെയ്തത് എന്ന് ഇയാൾ തന്നെ സമ്മതിക്കുന്നു. ഇയാൾ സ്പോൺസർ ചെയ്താണ് സമ്മതിക്കുന്നു. അപ്പോ സർക്കാർ സ്പോൺസർ ചെയ്തൊരു പരിപാടിയാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. സർക്കാരിനറിയാം, കൊടുത്ത കാശറിയാം, പക്ഷെ രേഖയിലില്ല. മനസ്സിലായില്ലേ കാര്യം? മന്ത്രിക്കറിയാം, പക്ഷെ രേഖയില്ല. അത് തന്നെ വലിയൊരു കേടാ. മാത്രമല്ല ധനകാര്യ വകുപ്പിന്റെ മുൻകൂർ അനുമതി വാങ്ങിയിട്ടില്ല, DPR കൊടുത്തിട്ടില്ല. അങ്ങനത്തെ ക്രമക്കേടുകൾ കുറെ. ഞാൻ അവിടെ കൊണ്ട് നിന്നില്ല. കൊച്ചിയിൽ അന്താരാഷ്ട്ര സ്റ്റേഡിയം, കേരളത്തിലെ ഏറ്റവും നല്ല സ്റ്റേഡിയമാണ്. മരങ്ങൾ മുറിക്കുക മാത്രമല്ല, ഇയാൾക്ക് കൊടുക്കുകയാണ്. ഇയാൾക്കും കൊടുക്കണം. ആരാ പറഞ്ഞേ? ഇയാൾക്ക് കൊടുക്കാൻ ആരാ ഇയാളോട് പറഞ്ഞു? ഇവർക്കോട് പറഞ്ഞു ഇയാളോട് കൊടുക്കുക. ഇയാൾക്ക് കൊടുക്കണമെങ്കിൽ ഇപ്പൊ നമ്മളൊരു സ്റ്റേഡിയം റിപ്പയറിങ്ങിന് വേണ്ടി ഒരു കമ്പനിക്ക് കൊടുക്കുകയാണ്, സ്ഥാപനത്തിന് കൊടുക്കുകയാണെങ്കിൽ അയാളുടെ ഇന്ന് ഇൻഷുറൻസ് ഇത് മേടിക്കണം, സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് വാങ്ങിക്കും. കാരണം അങ്ങനെയാണ്. കാരണം ഇപ്പൊ വർക്ക് ചെയ്യുന്ന ഒരു സാധനമാണ്. ഞാനത് റിപ്പയർ ചെയ്യാൻ കൊടുത്താൽ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ്, ബാങ്ക് ഗ്യാരണ്ടി എന്തായാലും മേടിക്കണം. എന്ന് പറഞ്ഞാൽ ഇയാൾ ഇത് കൊളാക്കിയിട്ടാലോ സ്റ്റേഡിയം പോയില്ലേ? ഒന്ന്, ബാങ്ക് ഗ്യാരണ്ടി ഇല്ല. ഒരു ടെൻഡർ വിളിച്ചിട്ടില്ല അവർക്ക് കൊടുത്തത്. ഇപ്പൊ മന്ത്രി വരുന്നു, 2 കമ്പനി വന്നു, അതിൽ മറ്റവ മോശമാണ്, ഇവനാണ് നല്ലതാണ് ഇത് പറയുന്നു. മൂന്നാമത്, ആ അത് എവിടെ എന്തായി എന്നുള്ളത് ഇപ്പൊ ആർക്കും അറിയില്ല.
ആ സ്റ്റേഡിയം പൊളിച്ച് നാശമാക്കി, മരം വെട്ടി കുളമാക്കി, അതിൽ മുഴുവൻ വെള്ളം ചോരുകയും ഒക്കെ ചെയ്തു. അപ്പൊ ഇത് ചെയ്യുമ്പോൾ ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇവിടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒക്കെ കളി നടക്കുമ്പോൾ മഴ പെയ്ത് വെള്ളം ഇങ്ങനെ സ്റ്റേഡിയത്തിൽ ചോർന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഇയാൾ ഇത് മൊത്തം കുളമാക്കി. ഇതിനെതിരെ ഇയാൾക്കെതിരെ ഒരു നടപടിയും എടുത്തില്ല. GCD എന്ത് കണക്കിൽ വിട്ടുകൊടുത്തു എന്നറിയില്ല. ഇൻഷുറൻസ് ഇല്ല. നേരത്തെ അവരെന്ന് പറഞ്ഞത് മാഷെ, അത് പറഞ്ഞത് ഞങ്ങൾക്ക് കായിക മന്ത്രി കത്ത് തന്നിട്ടുണ്ട്, കായിക മന്ത്രാലയം അതാ ഞാൻ പറഞ്ഞു. അവിടെയാണ് കായിക മന്ത്രാലയം അറിയാതെ, GCDA എന്ന സർക്കാർ ഏജൻസി അറിയാതെ ഇങ്ങനെ ഒരു സ്റ്റേഡിയം ഒരാൾക്ക് വിട്ടുകൊടുക്കില്ലല്ലോ. ഇനി എന്നാണ് മെസ്സി വരുന്നതെന്നുള്ളതിന് കണക്കില്ല. പക്ഷെ സ്റ്റേഡിയം ആദ്യം കൊടുത്തു. മെസ്സി വരണ കാര്യം ഉറപ്പായിട്ടും ഒരേ സ്റ്റേഡിയം നവീകരിക്കും. അതിന്റെ കത്ത് കിട്ടിയാലല്ലേ ഗവൺമെന്റ്. ഇനി നേരത്തെ പറഞ്ഞതുപോലെ മെസ്സി വരുന്നു എന്ന് പറഞ്ഞ് ഇവര് കാണിച്ച ഉറപ്പ് ഒരു ബ്രോഷറാണ്, ഒരു ലഘുലേഖ. അവരുടെ അസോസിയേഷനെ പറ്റി അവരെ ഇറക്കിയിട്ടുള്ള ഒരു ലഘുലേഖ. ഞങ്ങൾ ലോകത്തിന്റെ പല ഭാഗത്ത് പോയി കളി നടത്തും എന്നൊക്കെ പറഞ്ഞ് ഈ ബ്രൗഷർ കണ്ടപ്പോ മെസ്സിയുടെ പടമൊക്കെ ഉണ്ടായപ്പോ വിചാരിച്ചു വരുന്നു. അപ്പൊ അർജന്റീന ടീം കേരളത്തിലേക്ക് വരുന്നു എന്ന തട്ടിപ്പ് പരിപാടി നടത്തി ഇവരെ. ഇപ്പൊ നമുക്കറിയാം, ഇതിൽ വേറൊരു സംഗതി ഉള്ളത്, കളമശ്ശേരിയിൽ കള്ളത്തരത്തിൽ രജിസ്റ്റർ ചെയ്ത ഒരു കമ്പനി, ആ കമ്പനിയിൽ നിന്നാണ് ഇതിന്റെ ചില ഒരുപാട് കാര്യങ്ങൾ പോയിട്ടുള്ളത്. ആ കമ്പനിയുടെ ഹെഡ് ഓഫീസർ റിപ്പോർട്ടർ ടിവിയുടെ ഓഫീസർ, മനസ്സിലായോ? റിപ്പോർട്ടർ ടിവിയുടെ. അപ്പൊ ആ കമ്പനി എവിടെ നിന്ന് ഉണ്ടായി നമുക്കറിയാലോ. മറ്റേ വീണ വിജയനെ പറ്റി പറഞ്ഞ മാതിരി AKG സെന്റർ ഓഫീസാക്കി കമ്പനി ഉണ്ടാക്കി എന്ന് പറഞ്ഞ പോലെ ഇവിടെ റിപ്പോർട്ടർ ടിവിയുടെ ഇത് മുഴുവനുണ്ട്. എന്നിട്ട് അപ്പൊ റിപ്പോർട്ടർ TV എന്തുകൊണ്ടാണ് പിണറായി വിജയനെ കയ്യും മയ്യും മറന്ന് സപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവും. കാരണം എന്തുകൊണ്ടാണ്? കാരണം അന്ന് രക്ഷപ്പെടണം. ഇപ്പൊ പറയുന്നത് എന്താ? ഞങ്ങളുടെ ചാനലിനെ പീഡിപ്പിക്കുന്നു. മുട്ടിൽ മരമുറി ചാനലുമായിട്ട് എന്താ ബന്ധം? മെസ്സിക്ക് ചാനലുമായിട്ട് എന്താ ബന്ധം? ആൻഡ്രോ അഗസ്റ്റിനും സംഘവും നടത്തിയ വലിയൊരു തട്ടിപ്പ്. ആ തട്ടിപ്പിന്റെ സംരക്ഷകരായി ചാനൽ വരുന്നു. ആ തട്ടിപ്പിന് കൂട്ടുനിന്ന മന്ത്രി വരുന്നു. ആ മന്ത്രിയും ചീഫ് സെക്രട്ടറിയും മുഖ്യമന്ത്രിയും ചേർന്ന കമ്മിറ്റിയാണ് തീരുമാനം എടുത്തതെന്നാണ് പറയണത്. അതാണ് രേഖ. എന്ന് പറഞ്ഞാൽ അവസാനത്തിൽ മുഖ്യമന്ത്രിയിൽ വരെ എത്തുന്നു അന്നത്തെ. എന്ന് പറഞ്ഞാൽ ഇവർ കുടുക്കി. ഇയാളുടെ തട്ടിപ്പിന് മുഴുവൻ കൂട്ടുനിന്ന് ഇയാൾക്ക് ഇനിയിപ്പോ അബ്ദുറഹിമാന് പൈസ കിട്ടിയിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല, വേറെ ആർക്കെങ്കിലും പൈസ കിട്ടിയിട്ടുണ്ടോ എന്ന് അറിയില്ല. എന്തായാലും ഇയാൾ വിചാരിച്ചെന്താ, ഒരു 300 കോടി രൂപ പിരിക്കാം ഇതിന്റെ പുറത്ത്. 300 കോടി രൂപ പിരിക്കാം. പിരിച്ചു കഴിഞ്ഞാൽ 300 പിരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഇയാളുടെ ബ്ലാക്ക് മണി അഡ്ജസ്റ്റ് ചെയ്യാം. ഇതൊക്കെ കള്ളപ്പണവുമായിട്ട് ബന്ധപ്പെട്ട കളികളാണ്. ഇപ്പൊ ഞാൻ 300 കോടി രൂപ വരുമാനം ഉണ്ടെന്ന് കാണിച്ചാൽ മതി. ഇപ്പൊ ഒരു കളി കളിക്കുമ്പോ എത്ര ടിക്കറ്റ് വിറ്റുമെന്ന് ആരാ ചോദിക്കുക? കുറെ ടിക്കറ്റ് വയ്ക്കും, ഞാൻ കണക്ക് കൊടുക്കും. അപ്പൊ നമുക്ക് ചുരുക്കി പറഞ്ഞാൽ സർവത്ര ഫ്രോഡിനെ ഇവിടെ സെക്രട്ടറി ഉണ്ടാവുമല്ലോ, IAS കാരൻ. ഈ സെക്രട്ടറിക്ക് ഇതിന്റെ ഒരു കോമൺ സെൻസ് മന്ത്രിയോട് ചൂണ്ടിക്കാണിക്കാൻ പറ്റാത്തത് ഭരണത്തിലെ ഒരു വലിയ പരാജയം മാത്രമല്ല, നിർബന്ധം ഉണ്ടാവും. മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കത്ത് വന്നെന്ന് പറഞ്ഞാലോ, മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വരുന്ന ഒരു കത്ത് സെക്രട്ടറി സാധാരണഗതിക്ക് തടയില്ല. ഒന്നോട്ടെ, പിന്നെ മെസ്സി വരുന്നതല്ലേ. ഇത് വന്നെങ്കിൽ ആഹ്ലാദമാണ്, ആരും ഒന്നും പറയില്ല. പിണറായി വിജയന്റെ വിജയം, അബ്ദുറഹിമാന്റെ വിജയം എന്ന് പറഞ്ഞ് ആഘോഷിച്ചാൽ. മെസ്സി വന്ന് കേരളം തോറ്റെങ്കിൽ കുഴപ്പം, കേരള ടീം തോറ്റെങ്കിൽ കുഴപ്പമില്ല. ഇത് മെസ്സി വരാതെ തന്നെ കേരളം വഞ്ചിച്ചു, ഈ ഫ്രോഡിന്റെ മുമ്പിൽ തോറ്റു എന്നുള്ളതാണ് നമുക്കിപ്പോ സംസാരിക്കാവുന്ന കാര്യം.